ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ വന്നത് പുഡിംഗ് ആണ്. അതിനായിട്ട് 250 പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂൺ കോൺഫ്ലവറും 4 സ്പൂൺ പഞ്ചാരയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ, അത് ഡ്രൈ ആക്കി അതിൻ്റെ നനവ് മാറി ഒന്ന് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തീ കുറച്ച് വെച്ച് വേണം നമുക്കൊന്ന് ഇളക്കാൻ, അല്ലെങ്കിൽ അത് കട്ടി പിടിക്കും. നന്നായിട്ട് തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, കട്ടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ചെറുതായിട്ട് കുറുകി തുടങ്ങി. നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. അപ്പം നമ്മുടേത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരു മിൽക്ക് മെയ്ഡിൻ്റെ പരുവായിട്ടുണ്ട്. അപ്പം ഇനി ഒരുപാട് ഇതാക്കണ്ട. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ആയാൽ അത് കട്ടിയായി പോവും. ഇതിനകത്ത് നിങ്ങൾക്ക് വാനിലയുടെ എസൻസ് വല്ലതും വേണമെങ്കിൽ, ടേസ്റ്റിന് വേറെ അതിൻ്റെ എസൻസ് വേണമെങ്കിൽ അത് ഒഴിക്കുക. 2-3 തുള്ളി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അത് വേണ്ടുന്നവർക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ബാക്കി എങ്ങനെ ആക്കുന്നേ നോക്കാം. ഇനി ഞാനൊരു ബബിൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി തുടച്ച് ഒരു ശകലം പോലും വെള്ളമില്ലാതെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മേലോട്ടൊന്ന് നിരത്തി വെക്കാം. ഇനി നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന പാൽ അതിലേക്ക് ചെറിയ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടി ഞങ്ങളുടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ആപ്പിളും സ്ട്രോബെറിയും പ്ലംസൊക്കെ. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണ് വേണ്ടതെന്ന് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പാലൊഴിച്ച് കൊടുക്കാം.
ലെവലാക്കി കൊടുക്കാം. ഒന്ന് ലെവലാക്കിയിട്ട് 1 മണിക്കൂർ അടച്ച് ഫ്രിഡ്ജിനകത്ത് നമുക്ക് 1 മണിക്കൂർ അടച്ച് വെക്കാം. 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് അടച്ച് വെക്കാം നമുക്ക്. ഇനി അടുത്ത വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ പോകണം. അതിനകത്ത് ഇനി ഒരു പാത്രം ഫ്രീസറിനകത്ത് വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ഒരു 250 ml ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് 2 സ്പൂൺ പഞ്ചാര, ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക്. നന്നായിട്ടൊന്ന് കുറുകി വരണം, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല ക്രീം ടൈപ്പ് ആവണം, ഇതിനകത്ത് നിന്ന് വിട്ടു പോവാത്ത കണക്ക് ആക്കിയെടുക്കണം. ബീറ്ററുള്ളവർക്ക് 5 മിനിറ്റത്തെ കാര്യമുള്ളൂ, പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇല്ലാത്തവർക്ക് ഇതുപോലെ ഇച്ചിരി പാട് വരും. നല്ല ക്രീമാക്കി നമുക്ക് എടുക്കാം. നല്ല ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. ഇനി നമുക്കിത് ഇച്ചിരി കൂടെ ആക്കിയിട്ട് ഒരു ക്രീം, നല്ല ക്രീമാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തുള്ളി, നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത്, ഞാൻ ഇവിടെ ഇപ്പോൾ റെഡ് കളർ എടുക്കുവാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണെന്ന് വെച്ചാൽ ആ കളർ ഇടാം. ഞാൻ 2 തുള്ളി കളർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ആ കളർ മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് ആവുന്ന കണക്ക് ആക്കിയെടുക്കാം. ഇതിപ്പം ഞാൻ 2 തുള്ളി ചേർത്തപ്പോൾ ഒരു പിങ്ക് നിറമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് റെഡ് നിറം വേണമെങ്കിൽ 2 തുള്ളി കൂടെ എക്സ്ട്രാ ചേർത്താൽ നല്ല റെഡ് നിറം വരും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, എനിക്കിപ്പോൾ ഇത് മതി. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്, നമ്മുടെ ആ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച ഫ്രൂട്ട്സിൻ്റെ ഇത് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നിരത്താം.
ഇനി അതിലേക്ക് നമുക്ക് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മൊത്തത്തിൽ നിന്ന് വിതറി കൊടുക്കാം. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറി എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് ഇത് ഫ്രിഡ്ജിലൊന്ന് അടച്ച് വെച്ചിരിക്കാം. അപ്പോഴത്തേനും നമ്മുടെ ഇത് റെഡിയായി കിട്ടിയിരിക്കും. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല മൊത്തത്തിൽ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഓക്കെ, ബൈ.